ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 13, 14, 15 വാക്യങ്ങൾ. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. അതിൻ്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിൻ്റെ ലാഭം തങ്കത്തിലും നല്ലത്. അത് മുത്തുകളിലും വിലയേറിയത്. നിന്റെ മനോഹര വസ്തുക്കൾ ഒന്നും അതിനോട് തുല്യമാകുകയില്ല എന്നുള്ള വചനങ്ങളാണ്. ഒരു മനുഷ്യന് ജ്ഞാനവും വിവേകവും ലഭിക്കുന്നു എങ്കിൽ അതിൻ്റെ മഹത്വവും അതിൻ്റെ വിലയും എത്രമാത്രം വലുതാണെന്ന് ഇവിടെ ശലോമോൻ വ്യക്തമാക്കുകയാണ്. ഈ ലോകത്ത് ഒരു മനുഷ്യന് തൻ്റെ പുരുഷായുസ്സിൽ നേടുവാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഓർത്തെന്നു വരാം, ഏറ്റവും വലിയ സമ്പാദ്യം കരസ്ഥമാക്കുന്നതാണ് എന്ന്. എന്നാൽ ഒരു വേദചിന്തകൻ ഓർപ്പിച്ചു പറയുന്നത്, ഈ ലോകത്തിലെ പൊന്നിലും വെള്ളിയിലും തങ്കത്തിലും മനോഹര വസ്തുക്കളിലുമൊക്കെ വിലപിടിപ്പുള്ള ഒന്നാണ് ജ്ഞാനവും വിവേകവും എന്നുള്ളത്. ശലോമോൻ തന്നെ അങ്ങനെ പറഞ്ഞതിന് പിന്നിലെ കാരണങ്ങൾ എന്താണ്? ഒന്ന്, സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുകയാണ്, മായ മായ സകലവും മായ അത്രേ. നാം ഈ ലോകത്തിൽ കാണുന്ന വെള്ളിയും പൊന്നും തങ്കവുമൊക്കെ മായയാണ് എന്ന് മനസ്സിലാക്കുവാൻ ഒരു മനുഷ്യന് കഴിയണമെങ്കിൽ ദൈവം അവന് ജ്ഞാനം കൊടുത്തെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളത് ശലോമോൻ വ്യക്തമാക്കുകയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് സഭാപ്രസംഗി 8:1. ജ്ഞാനിക്ക് തുല്യനായിട്ട് ആരുള്ളൂ? കാര്യത്തിൻ്റെ പൊരുൾ അറിയുന്നവൻ ആർ? മനുഷ്യൻ്റെ ജ്ഞാനം അവൻ്റെ മുഖത്തെ പ്രസാദിപ്പിക്കുന്നു. ജീവിതത്തിൽ ദൈവം ജ്ഞാനവും വിവേകവും തരുന്നു എങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സന്തോഷിക്കുവാൻ അവന് കഴിയുമെന്നും ദൈവം അവനോട് കൂടെയുണ്ടെന്നുള്ള ആഴമായ ബോധ്യതയിൽ അവന് മുൻപോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതും തന്നെയാണ്. മൂന്നാമത്തെ കാര്യം 11-ാം അധ്യായം 9-ാമത് വാക്യമാണ്. യൗവനക്കാര, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക, യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയുക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ന്യായവിധിയുടെ കാലമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുവാൻ കഴിയണമെങ്കിൽ അവന് ജ്ഞാനം പ്രാപിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ജ്ഞാനമില്ലാത്ത മനുഷ്യൻ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ എന്നാണ്. എന്നാൽ
ഒരു വിവേകമുള്ള, ഒരു ജ്ഞാനമുള്ള മനുഷ്യൻ പറയുന്നത്, ഈ ലോകത്ത് കാണുന്നതെല്ലാം മായയാണ്. ജീവിതത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളുമൊന്നും നമ്മെ വേട്ടയാടാൻ പാടില്ല. നമുക്ക് മുൻപിൽ ഒരു ന്യായവിധിയുണ്ട്. ഈ 3 കാര്യമാണ്. ആകയാൽ നാം ഈ ലോകത്തിൻ്റെ സമ്പാദ്യത്തെക്കാൾ വലുത് ജ്ഞാനമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം, അത് പ്രാപിക്കാം, ആ നിലയിൽ മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഈ ലോകത്ത് കാണുന്നതെല്ലാം മായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതിന് വിവേകം തരണമേ. ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധിയുടെയും മുമ്പിൽ തളർന്നു പോകാതെ ശോഭിതമായ ഒരു മുഖത്തോടെ മുൻപോട്ട് പോകാനുള്ള വിവേകവും ജ്ഞാനവും നൽകണമേ. ഒരു ന്യായവിധിയുടെ കാലത്തെക്കുറിച്ചോർത്ത് മനുഷ്യരായി ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ഈ ദൈവവചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.